Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് എക്സസൈസ് 7.4 ക്വസ്റ്റ്യൻ നമ്പർ 6 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് റേസ് ടു 6 ഡി എക്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് റേസ് ടു 3 ദ ഹോൾ സ്ക്വയർ എന്നതിനെ എഴുതിക്കൂടെ. ഓക്കെ, ഡി എക്സ്. ഓക്കെ, ഇനി ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഈ വാല്യൂവിനെ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വൽ ടു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോം ആയിട്ടുള്ള കാരണം ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയറും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇതിനെ ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. ഓക്കെ, സോ പുട്ട് എന്താ കൊടുക്കേണ്ടത്, എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. ഓക്കെ, സോ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ ഇസ് ഈക്വൽ ടു dt ബൈ dx. സോ 3x സ്ക്വയർ dx ഇസ് ഈക്വൽ ടു dt. നമുക്ക് വേണ്ടത് x സ്ക്വയർ dx ആണ്. സോ x സ്ക്വയർ dx എന്ന് പറഞ്ഞാൽ dt ബൈ 3 ആണ്. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് എന്താണ് ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ 2 ആണ്. ഓക്കെ, ഇൻറ്റു 1 ബൈ 1 മൈനസ് സോറി ഇവിടെ ഡി ടി ബൈ 2 അല്ല, ഡി ടി ബൈ 3 ആണ്. ഓക്കെ, സോ എന്താണ് ഇനി നമുക്ക് എന്താണ് 1 ബൈ 3 പുറത്തെടുക്കുക അല്ലെ. സോ ദാറ്റ് ഈസ് 1 ബൈ 3 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 ബൈ 1 മൈനസ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ, അപ്പം ഇത് ഏത് ഫോമാണ്, ഇത് ഏത് ഫോം, 1 ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോം ആണ് അല്ലെ. സോ 1 ബൈ ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, നമുക്കറിയാം ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് 1 ബൈ 2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എ മൈനസ് എക്സ് പ്ലസ് സി ആണ്. സോ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാല് 1 by 2a log mod a plus x divided by a minus x plus c. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് എന്താണ് ഫോർമുല എന്താ 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 3 ഇൻറ്റു ഇതിന് പകരം ഇൻറ്റു 1 by നമുക്ക് ഈ 1 by 3 അങ്ങ് പുറത്തിട്ടേക്കാം. ഓക്കെ, 1 by 2a 2 ഇൻറ്റു എ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ 1 by 2a എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എ സ്ക്വയർ. അപ്പം എ സ്ക്വയർ അല്ല, എ സ്ക്വയറിൽ നിന്നും എ നമ്മൾ എഴുതുക. ഓക്കെ, ഇവിടെ എന്താണ് 1 സ്ക്വയർ ആണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. 2 ഇൻറ്റു 1 ലോഗ് മോഡ് എ പ്ലസ് എക്സ്, എ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സിന് പകരം ഇവിടെ ടി ആണ്. 1 പ്ലസ് ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി പ്ലസ് സി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1 ബൈ 3 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ബൈ 6 എന്ന് വരും. ഓക്കെ, ലോഗ് മോഡ് ടിയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ, എക്സ് ക്യൂബ് ആണ്. 1 പ്ലസ് എക്സ് ക്യൂബ് divided by 1 minus x cube plus c. Okay, so ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഈസി അല്ലേ? 1 by 6 log mod ഇക്വേഷൻ നിങ്ങൾ അതുപോലെ തന്നെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏത് ഇക്വേഷൻ ആണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആൻസർ പേപ്പറിന്റെ സൈഡിൽ എഴുതുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. Integral of x minus 1 divided by root of x square minus 1 dx. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോം കറക്റ്റ് അല്ല. കാരണം എന്താണ് ന്യൂമറേറ്ററിൽ ഒരു എക്സ് മൈനസ് 1 എന്ന് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒറ്റ ടേം മാത്രമേ ഉള്ളായിരുന്നു ന്യൂമറേറ്ററിൽ. ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ 2x അങ്ങനെ എന്തെങ്കിലും. ഇതെന്താണ് എക്സ് മൈനസ് 1, 2 ടേംസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡിനോമിനേറ്റർ കാണുമ്പോൾ തന്നെ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, അതായത് 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ യൂസ്
ചെയ്യാൻ പോകുന്ന ഇതാണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം നമുക്ക് എന്താണ്, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് നോക്കാം. So dx divided by root of x square minus a square. Okay, dx divided by root of x square minus a square എന്ന് പറഞ്ഞാൽ എന്താണ്? log, so integral of log mod x plus root of x square minus a square plus c. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, പക്ഷെ നമ്മുടെ ഫോം ആയിട്ടില്ല, നമുക്ക് ഫോം വന്നിട്ടില്ല. സോ നമ്മൾ ഫോം ആയില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ എന്താണ്, ഇവിടെ കിടക്കുന്ന ടേമിനെ നമ്മൾ പുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കും അല്ലേ? അപ്പൊ നമ്മൾ പക്ഷെ ഇവിടെ പുട്ട് ചെയ്താലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ചെയ്താലും 2x dx is equal to dt അല്ലെങ്കിൽ x dx is equal to dt by 2 അങ്ങനെയൊക്കെ ഒരു ഫോമില്. പക്ഷെ x dx എന്ന് പറയുന്ന ടേം നമുക്ക് മുകളിൽ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വരും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx എഴുതാലോ. പിന്നെ നടുക്കൊരു മൈനസ് ഉണ്ട്, മൈനസ് എന്താണ് 1 ആണ്. ഓക്കെ, മൈനസ് 1 ഇന്റഗ്രൽ ഓഫ്, അല്ലെങ്കിൽ മൈനസ് അവിടെ കിടക്കണം, ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx ഇങ്ങനെ എഴുതാലോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, രണ്ട് ടേംസ് വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു സ്പ്ലിറ്റ് ദ ടേംസ്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു എക്സ് ഡി എക്സ്, അതായത് നമ്മൾ ഇവിടുത്തെ ടേമിന് നമ്മൾ പുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, മുകളിലത്തെ ടേം കിട്ടും. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് കാണും എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പുട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത്. അപ്പം 2x dx is equal to dt എന്ന് വന്നു. ഓക്കെ, സോ x dx is equal to dt by 2 അതൊക്കെ വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഇന്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്താണ്, എക്സ് സ്ക്വയറിന് പകരം ടി. സോ എക്സ് ഡി എക്സിന് പകരം എന്താണ്, ഡി ടി ബൈ 2. ഇനി റൂട്ട് ഓഫ് ടി മൈനസ് 1. നിങ്ങൾ ഉദ്ദേശിച്ച ഫോം നിങ്ങൾക്ക് കിട്ടിയില്ല, കാരണം താഴെ എന്ത് പറഞ്ഞാൽ റൂട്ട് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഓക്കെ ആണ്. കാരണം ഇങ്ങനൊരു ഫോം നമുക്കില്ല, ഇവിടെ സ്ക്വയർ നമുക്ക് വന്നിട്ടില്ല, കാരണം ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ ടി ആയിട്ടങ്ങ് എഴുതി. ഓക്കെ, സോ ഈ ഫോം വീണ്ടും എന്താണ്, കോംപ്ലിക്കേറ്റഡ് ആയി, തിരിച്ചെന്താണ്, വീണ്ടും അതേ ഫോമിൽ തന്നെ വരികയേ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു തെറ്റ് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇത് അങ്ങനെയല്ല ചെയ്യുന്നത്. സോ പക്ഷേ അതിന് പകരം ഞാൻ ഈ ഫുൾ ടേം ഇട്ട് കൊടുക്കാന്ന് വെച്ചു, എക്സ് സ്ക്വയർ മൈനസ് 1 ഫുള്ള് ഞാൻ എന്താണ് ടി എന്ന് ഇട്ട് കൊടുത്താലും എനിക്ക് പ്രത്യേകിച്ച് മാറ്റം വല്ലതും സംഭവിക്കുമോ? ഇല്ല, പക്ഷെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാനും പറ്റും. അപ്പൊ കണ്ടോണം, ഇപ്പൊ പുട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു ടി എന്ന് എടുത്തു. ഓക്കെ, സോ ഇവിടെ എന്താണ് 2x dx, ഇതങ്ങ് 0 ആയി പോകും, മൈനസ് 1 0 ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. സോ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് ഡി ടി ബൈ ഡി എക്സ്, ഡി ടി ബൈ 2 dx, സോറി ഡി എക്സ് പോയല്ലോ, അപ്പം ഡി ടി ബൈ 2. ഓക്കെ, സോ 2x എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഡി എക്സ് ഇല്ല, എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡി ടി ബൈ 2 ആണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്താണ് എക്സ് ഡി എക്സിന് പകരം ഡി ടി ബൈ 2 എന്ന് ഇട്ടു. സോ ഇൻറ്റു 1 ബൈ റൂട്ട് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 1 ഫുള്ള് നമ്മൾ എടുത്തു ടി ആയിട്ട്. സോ എന്താണ് റൂട്ട് ടി. ഓക്കെ അല്ലേ? സോ മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx. ഇനി നമുക്ക് സെക്കൻഡ് ടേമിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സെക്കൻഡ് ടേമിനെ നോക്കുന്ന സമയത്ത് ഇത് ഡയറക്റ്റ് ഫോം ആണ്. ഡയറക്റ്റ് എന്താണ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമിൽ തന്നെ നമുക്ക് കിട്ടി സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അല്ലെ. നോക്ക് ഇവിടെ 1 dx ആണ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം ഇത് സെക്കൻഡിൽ എന്താണ് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ സെക്കൻഡിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഓക്കെ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം, 1/2 കോമൺ എടുത്തു, ഇന്റഗ്രൽ ഓഫ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് ഡി ടി ബൈ
റൂട്ട് നമുക്ക് എങ്ങനെ എഴുതാം? t⁻². ഓക്കെ, മൈനസ് ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇട്ടെടുക്കാം. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് ഫുൾ ഡിനോമിനേറ്റർ അല്ലേ, x² - 1. ഓക്കെ, പ്ലസ് സി നമുക്ക് ഇതും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാം. ഓക്കെ, സോ ഇനി എന്താണ്? 1/2 ഇന്റഗ്രൽ ഓഫ് ഈ t⁻² മുകളിൽ കൊണ്ടുവരാം. അപ്പൊ t⁻−1/2 എന്ന് കിട്ടുമല്ലോ. സോ t⁻−1/2 dt. ഓക്കെ, മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് x² - 1 പ്ലസ് സി അവസാനം കൊടുക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് എളുപ്പമല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അല്ലേ. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് ഫോംസ് ഒന്നും യൂസ് ചെയ്യേണ്ട, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 t⁻−2 ചില t⁻−1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1/2 പ്ലസ് 1. അതല്ല എന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി ബാക്കി മൈനസ് ലോഗ് മോഡ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് x² - 1. ഇനി നമുക്ക് നമ്മുടെ സി എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ്. 1 - 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 തന്നെ വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ വീണ്ടും ഒരു 1/2. ഓക്കെ, മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് x² - 1 പ്ലസ് സി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1/2 ഇവിടെ വരുമ്പം ഇൻറ്റു എന്താണ് 2/1 എന്ന്. അപ്പം ഈ 2 പിന്നെ ആ 1/2ന്റെ 2 കൂടെ ക്യാൻസൽ ആവത്തില്ലേ. സോ t⁻1/2 മാത്രം നമുക്ക് ഇവിടെ അവശേഷിക്കുന്നുള്ളൂ അല്ലെ, ബാക്കിയായിട്ടുള്ളൂ. ഓക്കെ, സോ ടിക്ക് പകരം നമുക്ക് വാല്യൂ എന്താണ്? x² - 1 ആണ്. ഓക്കെ, ദി ഹോൾ റേസ് ടു 1/2 അതുപോലെ എഴുതി. മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് x² - 1 പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്റഗ്രൽ ഓഫ് x² ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x⁻6 പ്ലസ് a⁻6 dx. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിനോമിനേറ്റർ ഒന്ന് ശരിയാക്കാൻ പോവാണ് അല്ലെ. x² ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x⁻3² എന്ന് എഴുതാമല്ലോ, x⁻6 പ്ലസ് ഇവിടെ a⁻3² എന്ന് എഴുതാമല്ലോ, dx. അപ്പൊ നമുക്ക് വേണ്ട ഇക്വേഷൻ x² പ്ലസ് a² എന്ന ഫോം ആണ്. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് dx ബൈ റൂട്ട് ഉണ്ട്, റൂട്ട് ഓഫ് x² പ്ലസ് a² എന്ന് പറഞ്ഞാല് എന്താണ്? ലോഗ് മോഡ് എക്സ് പ്ലസ് ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലോഗിന്റെ ഉള്ളിൽ മോഡില് നമ്മൾ എഴുതണം. ഓക്കെ, ആ സംഭവമാണ്. താഴെ റൂട്ട് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, സോ x² പ്ലസ് a² ലോഗ് മോഡ് എക്സ് പ്ലസ് നമ്മുടെ ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് x² പ്ലസ് a² പ്ലസ് സി. ഓക്കെ അല്ലേ. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മുകളിൽ എന്താണ്? ഒരു x² എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ എന്താണ്? വി ഹാവ് ടു യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് x³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ ആവും തോന്നുന്നു അല്ലേ. സോ പുട്ട് x³ is equal to t. ഓക്കെ, സോ 3x² is equal to 3x² അല്ലേ, 3x² is equal to dt by dx. നമുക്ക് വേണ്ടത് x² dx ആണ്. സോ x² dx is equal to dt by 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് is equal to integral of x² dx can be written as dt by 3 into 1 by root of x³ ന് പകരം നമ്മൾ t കൊടുത്തു, ഒരു സ്ക്വയർ ഉണ്ട്, t² പ്ലസ് ഇവിടെ നമുക്ക് എന്താണ്? a⁻3 the whole square അല്ലേ. സോ a⁻3 the whole square. ഓക്കെ, അതുപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് ഈ 3 എന്താണ്? പുറത്തെടുക്കാം. സോ ദാറ്റ് is equal to 1/3 പുറത്തെടുത്തു. Integral of dt divided by root of t² plus a⁻3 the
ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഇക്വേഷനെ ഇട്ട് കൊടുക്കാം അല്ലേ, അത് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. ഓക്കെ, ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇവിടെ കിടക്കട്ടെ, ലോഗ് മോഡ് ഇവിടെ ടീന്റെ ടേംസിലാണ് അല്ലേ. സോ ടി പ്ലസ് നമ്മുടെ ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ ടി സ്ക്വയർ പ്ലസ് ഇത് ഫുള്ള് ടി സ്ക്വയർ പ്ലസ് എന്താ എ റേസ് ടു 3 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സോ പ്ലസ് സി. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ടീന്റെ വാല്യൂ എടുക്കാം. 1/3 ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. സോ എക്സ് ക്യൂബ് പ്ലസ് റൂട്ട് ഓഫ് വീണ്ടും ഇവിടെ നമുക്ക് ടി സ്ക്വയർ, ടീന്റെ വാല്യൂ എന്താണ് ടി സ്ക്വയർ എന്നാണ്. സോ എന്താണ് നമുക്ക് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ് ക്യൂബ് ആണ്. സോ എക്സ് ക്യൂബ്. ഓക്കെ, ഇനി ടിക്ക് സ്ക്വയർ ആണ്. ഓക്കെ, സോ ഓൾ സ്ക്വയർ പ്ലസ് എ റേസ് ടു 3 ദി ഹോൾ സ്ക്വയർ പ്ലസ് സി. ഓക്കെ അല്ലേ. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/3 log mod x cube plus root of x raised to 6 plus a raised to 6. Okay, close ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തില്ലേ. ഓക്കെ, പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 9. Integral of sec square x divided by root of tan square x plus 4 dx. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ് ഒരു കാര്യം മനസ്സിലായി. നമുക്ക് tan x is equal to t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ താഴെ എന്താണ് ടി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഇസ് 4നെ നമുക്ക് 2 സ്ക്വയർ എഴുതിക്കൂടെ, അങ്ങനെ വരും. ഓക്കെ, tan x നെ t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ tan x നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sec സ്ക്വയർ x കിട്ടും. അപ്പൊ മുകളിലത്തെ കാര്യം ഓക്കെ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പുട്ട് tan x is equal to t. അപ്പം sec സ്ക്വയർ x is equal to dt by dx. sec സ്ക്വയർ x dx വേണം. sec സ്ക്വയർ x dx is equal to dt. Okay, so that is equal to integral of sec square x dx is dt by root of tan square x ആണ്. Okay, നമുക്ക് tan x ന് t കൊടുത്തു, tan square means t square plus 4 can be written as 2 square. അപ്പൊ എന്താ ഫോം വന്നത്? integral dx by root of x square plus a square can be written as log mod x plus root x square plus a square plus c. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് log mod in terms of t ആണ്. സോ t plus root of t square plus 2 square. ഓക്കെ, പ്ലസ് c. ഇനി നമുക്ക് t ന്റെ വാല്യൂ എടുക്കാം. t എന്ന് വെച്ചാൽ tan x ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് log mod tan x plus root of t square means tan square x അല്ലേ. So tan square x plus 2 square is 4 plus c. Okay, so ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 10. Integral of 1 by root of x square plus 2x plus 2. ഓക്കെ, അപ്പൊ നിങ്ങൾ താഴെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഒരു എക്സ്പാൻഷൻ ആണല്ലോ ഈ കിടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2x എന്ന് പറഞ്ഞെങ്കിൽ എന്താ വരേണ്ടത്? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വരണം അല്ലേ. സോ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. പക്ഷെ ഇവിടെ ഒരു 2 കിടപ്പുണ്ട്. നമുക്കിവിടെ 1 ആണ് വരേണ്ടത്. 1 വന്നു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എന്താണ് ഈ 2നെ നമുക്ക് 1 പ്ലസ് 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം.
കുഴപ്പമൊന്നുമില്ലല്ലോ. dx. Okay, so that is equal to integral of 1 by root of ഇത്രയും ടേംസിന് എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ, ഈ വണ്ണ് അതേപോലെ എഴുതി. ഓക്കെ, ഡി എക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എക്സും മാത്രമല്ല എക്സിന്റെ കൂടെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് അല്ല എക്സിന് വേറെ എന്തെങ്കിലും വരുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുക. അതേപോലെ നമ്മുടെ ന്യൂമറേറ്റർ നോക്കുന്ന സമയത്ത് ന്യൂമറേറ്ററിൽ 1dx അങ്ങനെയല്ല വന്നെങ്കിലും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ പോകാൻ പറ്റും, കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വണ്ണിന് നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, പുട്ട് എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടി. ഓക്കെ, സോ എന്താണ് dx is equal to dt. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല, dx is equal to dt തന്നെയാണ്. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് dx പകരം നമ്മൾ dt കൊടുത്തു, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വണ്ണിന് പകരം t ആണ്, സോ ടി സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ, ഇന്റഗ്രൽ ഓഫ് dx ബൈ എക്സ് സ്ക്വയർ റൂട്ട് ഉണ്ട് അല്ലെ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഓക്കെ, സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഇതാണ് അല്ലെ നമ്മുടെ ആൻസർ. സോ ദാറ്റ് ഇസ് ലോഗ് മോഡ് ടി പ്ലസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ഓക്കെ, ദാറ്റ് ഇസ് ലോഗ് മോഡ് ടിക്ക് പകരം നമുക്ക് എന്താണ് എക്സ് പ്ലസ് 1 തന്നെ കൊടുക്കാം. ഓക്കെ, എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എന്താണ് എക്സ് പ്ലസ് ഇത് എക്സ് സ്ക്വയർ, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്, പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് വരുന്നത് അല്ലേ. സോ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. ഓക്കെ, പ്ലസ് സി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴും എന്താണ് ഇതേ ആൻസർ ഡയറക്റ്റ് കിട്ടും. ഡയറക്റ്റ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ ചെയ്താലും ഡയറക്റ്റ് ഇത് തന്നെ കിട്ടും. പക്ഷെ നിങ്ങൾ അങ്ങനെ എന്താണ് ചെയ്തങ്ങ് ശീലിക്കുക, അതായത് എക്സ് അല്ലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും തെറ്റാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, so ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. So students, if you like my videos, please like, share and subscribe my channel. Thank you so much.